ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ? ഇന്നത്തെ ക്ലാസ്സിലെ 4 അക്ക സംഖ്യകളെ കൂട്ടാനും അതുപോലെ തന്നെ നിശ്ചിത 4 അക്ക സംഖ്യയിൽ തുടങ്ങി തുടർച്ചയായ 4 അക്ക സംഖ്യകൾ എഴുതാനും പറയുവാനുമാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങളോട് തന്നിട്ടുള്ള ഒരു പ്രവർത്തനം, ഒരു 4 അക്ക സംഖ്യയിൽ തുടങ്ങി തുടർച്ചയായി അതിനെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൽകിയ തുക 1000 ആണ്. ഇനി ജനുവരിയിൽ 1000, ഫെബ്രുവരിയിൽ അതിനോടൊപ്പം 100 ചേർന്ന് 1100, മാർച്ചില് 100 ചേർന്ന് 1200, ഏപ്രിലില് 100 ചേർന്ന് 1300, മെയ്യിൽ 100 ചേർന്ന് 1400, ജൂണിൽ 100 ചേർന്ന് 1500. അപ്പൊ ഇവിടെ 100 രൂപ നമ്മൾ കൂട്ടി പോകുന്നു. ഓക്കെ, അപ്പൊ 4 അക്ക സംഖ്യയില് അതെങ്ങനെയാണ് വായിക്കുന്നത്? വീണ്ടും 100 ചേർന്ന് 1500, വീണ്ടും 100 ചേർന്ന് 1600, വീണ്ടും 100 ചേരുന്നു 1700, വീണ്ടും 100 ചേരുന്നു 1800, വീണ്ടും 100 ചേരുന്നു 1900, വീണ്ടും 100 ചേരുന്നു 2000, 2100, പിന്നെ അങ്ങനെ 2200, 2300, 2400 അങ്ങനെ പോകുന്നു. അതുപോലെ ഓരോ ബുക്സിന്റെ നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലെ? ഇവിടെ ഒരു ബുക്കിന്റെ നമ്പർ എത്രയാണ്? 1998. അത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാണ് വരുന്നത്? 1999, 2000. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 1-2 പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. കൂട്ടുകാരിയെ സഹായിക്കാം. ആശുപത്രിയിലായ കൂട്ടുകാരിയെ സഹായിക്കണം. ഓരോ ക്ലാസ്സിൽ നിന്നും 1000 രൂപ വീതം ശേഖരിക്കണം. പണം ശേഖരിച്ചതിന്റെ വിശദാംശങ്ങൾ പട്ടികയിൽ നോക്കൂ. ഓരോ ക്ലാസ്സും 4ാം ദിവസം ശേഖരിക്കേണ്ടത് എഴുതി പട്ടിക പൂർത്തിയാക്കുക. 1-ാം ദിവസം 310, 2-ാം ദിവസം 490, 3-ാം ദിവസം 100 രൂപ. ഇപ്പൊ എത്രയാവും? 900. 900 കൂടി 100 ചേർന്ന് 1000. അടുത്ത ക്ലാസ്സിലെ കുട്ടികള് 1-ാം ദിവസം 400, 2-ാം ദിവസം 490, 3-ാം ദിവസം 100. അങ്ങനെയെങ്കിൽ 990. 990 കൂടി എത്ര രൂപ ചേർന്നാലാണ് 1000 കിട്ടുന്നത്? 10 രൂപ. അടുത്തത് 410, 2-ാം ദിവസം 290, 3-ാം ദിവസം 250, ആകെ 950. അപ്പോൾ ഓരോ ക്ലാസ്സും 4ാം ദിവസം ശേഖരിക്കേണ്ടത് 950 കൂടി 50 ചേർന്ന് 1000. 1-ാം ദിവസം 410, 2-ാം ദിവസം 490, 3-ാം ദിവസം 99, ആകെ 999. 999 കൂടി 1 ചേർന്ന് 1000. Let's help our friend. A friend in hospital. Each class decided to raise 1000 rupees. Details are given in the table. Fill in the amounts to be raised in the 4th day. First day 310, second day 490, third day 100. Total 900. Amount needed on the 4th day 900 plus 100 equal 1000. Next 400, second day 490, third day 100. Total 990. Amount needed on the 4th day 990 plus 10 equal 1000. First day 410, second day 290, third day 250, total 950. Amount needed on the 4th day 950 plus 50 equal 1000. Next, first day 410, second day 490, third day 99, total 999. Amount needed on the 4th day 999 plus 1 equal 1000. 4ാം ക്ലാസ്സിലെ ലീഡർമാർ അവർ ശേഖരിച്ച തുക പ്രധാന അധ്യാപികക്ക് നൽകി. ആകെ എത്ര രൂപ ശേഖരിച്ചു എന്ന് നോക്കാം.
എ ക്ലാസ്സിൽ നിന്നും ബി ക്ലാസ്സിൽ നിന്നും കൂടി നൽകിയത് എത്ര രൂപയാണ്? 2000 രൂപ. സി ക്ലാസ്സിലെ കുട്ടികൾ നൽകിയ തുക കൂടി ചേർത്താൽ ആകെ എത്ര രൂപയായി? 3000. ഡി ക്ലാസ്സിലേത് കൂട്ടി ചേർത്താല് 4000. 4 ക്ലാസ്സുകളിൽ നിന്നും ആകെ കിട്ടിയത് എത്ര രൂപയാണ്? 4000. 4000 എന്നാല് 1000 അധികം 1000 അധികം 1000 അധികം 1000 ഈക്വൽ 4000. 4 ആയിരങ്ങൾ ചേർന്നപ്പോ 4000. അങ്ങനെയെങ്കിൽ 10 ആയിരങ്ങൾ ചേർന്നാലോ? 10000. 1000 and 1000. 1000 completed. Let's give it to be headmaster. The 4 class leaders gave the money to be headmaster. Let's find out the total amount. How much did A and B give? 2000. Together with the amount from C, this becomes 3000. Together with the amount from D, 4000. What is the total amount from the 4 classes? 4000. 1000 plus 1000 plus 1000 plus 1000 equal 4000. 4000 make 4000. 10,000 make 10,000. അടുത്തത് കുട്ടികളുടെ സമ്പാദ്യം. നിങ്ങൾക്ക് സമ്പാദ്യശീലമുണ്ടോ? റീനയും കൂട്ടുകാരും എല്ലാ മാസവും ബാങ്കിൽ തുക നിക്ഷേപിക്കാറുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ റീന നിക്ഷേപിച്ചത് നോക്കൂ. പട്ടിക പൂർത്തിയാക്കുമല്ലോ. ആകെ നിക്ഷേപിച്ചത് എത്രയാണ്? എങ്ങനെ കണക്കാക്കും? മാസം തന്നിട്ടുണ്ട് അല്ലേ? നിക്ഷേപവും തന്നിട്ടുണ്ട് 50. അപ്പോൾ ആകെ 50. സെപ്റ്റംബറിൽ 50 രൂപ, ഒക്ടോബറിൽ 100 രൂപ ആണ്. അപ്പോൾ 50നോട് കൂടി 100 ചേർന്ന് 150. നവംബറിൽ 100 ചേർന്ന് 250. ഡിസംബറിൽ 200 ചേർന്ന് 250ഉം 200ഉം 450. ജനുവരിയിൽ 100, 200ഉം 450ഉം 100ഉം 550. ഫെബ്രുവരിയിൽ 550നോട് കൂടി 200 ചേർന്ന് 750. മാർച്ചിൽ 750നോട് കൂടി 100 ചേർന്ന് 850. അപ്പോൾ ആകെ നിക്ഷേപിച്ചത് 850. അക്ഷരത്തിൽ എഴുതുമ്പോൾ 850. വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു. ജൂൺ മാസത്തിൽ 150 രൂപയാണ് റീന നിക്ഷേപിച്ചത്. ഇതുവരെയുള്ള നിക്ഷേപം എത്രയാണ്? 850ഉം 150ഉം ചേർന്ന് 1000. അപ്പൊ നിങ്ങൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതണം. Children's savings. Do you have any savings? Reena and her friends deposit some money in a bank every month. See Reena's deposits from last September to March. Can you fill in the missing figures? Month September deposit 50, total 50. October 100, 50 plus 100, 150. November 100, 150 plus 100, 250. December 200, 250 plus 200, 450. January 100, 450 plus 100, 550. February 200, 550 plus 200, 750. March 100, 750 plus 100, 850. Total deposit in figures 850. In വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതണം. സ്കൂൾ സ്റ്റാർട്ടഡ് ആഫ്റ്റർ സമ്മർ വെക്കേഷൻ. റീന ഡെപ്പോസിറ്റഡ് 150 rupees in June. Her savings till now in figure 1000. In words 1000. ഇനി 4 അക്ക സംഖ്യകളെ തുടർച്ചയായി എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും 4 അക്ക സംഖ്യകൾ തുടർച്ചയായി എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഞാനിവിടെ 1800, 1801, 1802, 1803, 1804, 1805, 1806, 1807, 1808, 1809, 1810. 1800, 1801, 1802, 1803, 1804, 1805, 1806, 1807,
1808, 1809, 1810. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.